confidence interval. Confidence interval for a population mean with a non-population standard deviation. So നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാമെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ദേ ഹാവ് ടു അസംഷൻസ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് നോട്ട് ആൻഡ് പോപ്പുലേഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ കാണുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. So what is the formula for finding confidence interval? That is x bar minus z alpha by 2 into sigma by root 10 less than mu less than x bar plus z alpha by 2 into sigma by root 10. X bar means a sample mean, sigma means a population standard deviation, n means a sample size. The value of z alpha by 2 changes with the percentage of the confidence interval. So നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ പറയണ പെർസെൻറ്റേജ് ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവെലിനനുസരിച്ച് ഇസഡ് ആൽഫ ബൈ ടുവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് വരും. 95% ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1.96. 99% ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 2.58. If 90% confidence interval is given, then z alpha by 2 equal to 1.645. So depending on the percentage of confidence interval, the value of z alpha by 2 varies. So formula for finding confidence interval: if population standard deviation given is x bar minus z alpha by 2 into sigma by root 10 less than mu less than x bar plus z alpha by 2 into sigma by root 10. Next നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല എങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ എങ്ങനെ കാണാമെന്നുള്ളതാണ് നെക്സ്റ്റ് ഫോർമുല. So x bar minus z alpha by 2 into s by root 10 less than mu less than x bar plus z alpha by 2 into s by root 10. സോ ഇവിടെ നമുക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിഞ്ഞിരിക്കണേ. എസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സോ ഇഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ഈസ് ഗിവൺ, വി ക്യാൻ ഫൈൻഡ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഈവൻ ദോ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ. സോ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിലും നമുക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാമെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാം യൂസിങ് ദിസ് ഫോർമുല. കോൺഫിഡൻസ് ഇൻ്റർവൽ. സോ ഓരോ ഡിഫറെൻറ്റ് പെർസെൻറ്റേജിലും കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഫോർമുലാസാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ ഈസ്. So if given 95% is the confidence interval required, then z alpha by 2 is 1.96 and substitute this value in the formula of confidence interval. So x bar minus 1.96 sigma by root 10 comma x bar plus 1.96 sigma by root 10. So ഇതിൻ്റെ മീനിങ് എന്താ? 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ് പറയുന്നതെങ്കിൽ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ദ വാല്യൂ ഓഫ് ദി പോപ്പുലേഷൻ മീൻ മ്യൂ ലൈസ് ഇൻ ദി ഇൻ്റർവെൽ എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് 10 ആൻഡ് എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് 10. Similarly, if we have given 95% confidence interval, then the population mean mu lies between x bar minus 2.58 into sigma by root 10 and x bar plus 2.58 into sigma by root 10. So 95% ആകുമ്പോൾ z alpha by 2 become 2.58. Then in the case of 90% of confidence interval for the population, x bar minus 1.645 sigma by root 10 and x bar plus 1.645 sigma by root 10. So in the case of 90% of confidence interval, the population mean lies between these values. Then we have another formula for finding the sample size if the width of the interval is given. That is n equal to 2 into z alpha by 2 into sigma by w. W means the width of the interval whole square. Next problem for finding the confidence interval. The mean blood pressure of 100 randomly selected persons from a target population is 127.3 units.
find a 95% confidence interval for the mean blood pressure of the population has standard deviation 25. സോ നമുക്കിവിടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 100 സാമ്പിൾ സൈസ് വരുന്ന ഒരു സാമ്പിൾ സെലക്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന്. നമുക്ക് ടാർഗറ്റ് പോപ്പുലേഷൻ ഉണ്ട്, നമുക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് 100 വരുന്ന ഒരു സാമ്പിൾ സൈസ് സെലക്ട് ചെയ്തു. ആ സാമ്പിൾ സൈസിൻ്റെ മീൻ ബ്ലഡ് പ്രഷറിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ 127.3 യൂണിറ്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then find a 95% confidence interval for the mean blood pressure of the population has standard deviation 25. So we have to find out the confidence interval of the population mean. Then the population has standard deviation 25. So population standard deviation തന്നിട്ടുണ്ട്, സാമ്പിളിൻ്റെ മീൻ തന്നിട്ടുണ്ട്, സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്. Then we have to find out 95% confidence interval for the population mean. So first write down the formula for the 95% confidence interval. What is the formula? X bar minus 1.96 sigma by root 10 comma x bar plus 1.96 sigma by root 10. Now the given values in the question, we have to write down the given values in the question. So given values are first sample size, so n equal to 100. Next given that the sample mean is denoted by x bar, so x bar equal to 127.3 units. Next given population standard deviation, that is denoted by sigma, so sigma equal to 25. So substitute all these values in the formula, we get the confidence interval, 95% confidence interval for the population mean. So x bar equal to 127.3 minus 1.96 into sigma is 25 by square root of n equal to 100, comma x bar is 127.3 plus 1.96 into 25 by root 100. Now simplify these values, we get the required confidence interval. So on simplifying, we get 127.3 minus 1.96 into 25 by root 100 equal to 122.4, comma next 127.3 plus 1.96 into 25 by root 100 equal to 132.2. So the 95% confidence interval of the population mean is 122.4 and 132.2. ഇതെന്താ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന, പോപ്പുലേഷൻ്റെ മീൻ ഈ പറഞ്ഞ രണ്ട് വാല്യൂസിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്. Second question, in the case of confidence interval, a random sample of 64 is taken from a certain population with a non-standard deviation sigma equal to 16. If the mean of the sample is 82, compute a 90% confidence interval for the population mean. So here given the random sample size is 64 taken from a population with a non-standard deviation sigma equal to 16. So here given first given sample size, so that is n equal to 64, n equal to 64. Next given from a population with a standard non-deviation, that is sigma equal to 16. If the population of the, if the mean of the sample is 82, that means x bar equal to 82. Now we have to find out 90% confidence interval for the population mean. Use that, we have to use the formula. So 90% confidence interval for the population mean, for the population 90% of confidence interval for the population mean mu
is given by x bar minus 1.645 sigma by root 10, comma x bar plus 1.645 sigma by root 10. So in this interval, substitute for x bar, sigma and n. Then what is x bar? X bar is 82. 82 minus 1.645 into sigma is 16. 16 by root n. Root n means root of 64, comma x bar is 82 plus 1.645 into 16 by root 64. Next, calculate this value and find out the confidence interval. So find out the value of 82 minus 1.645 into 16 by root 24, that is equal to 78.71, comma next 82 plus 1.645 into 16 by root 64 equal to 85.29. So the population mean mu lies between the value 78.71 and 85.29. Third question, a random sample of 110 lightning flashes in a certain region resulted in a sample average radar record duration of 0.81 second and a sample standard deviation of 0.34 second. Calculate a 99% confidence interval for the true average echo duration mu. So, given a random sample of 110 lightning flashes resulted in a sample average radar echo. So, a sample of 110 is taken in this problem. So, n equal to 110. That sample 110 lightning flashes resulted in the radar echo. Then sample average radar echo of duration is 0.81 second. That means x bar equal to 0.81 second. And sample standard deviation. So here given not the population standard deviation, given this sample standard deviation, that is 0.34. So നമ്മൾ radar echo കുറിച്ച് സ്റ്റഡി നടത്താൻ റഡാർ എക്കോയുടെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻഡം സാമ്പിൾ ഓഫ് 100 ലൈറ്റിംഗ് ഫ്ലാഷസ് ആണ് എടുത്ത്. സോ സാമ്പിൾ സൈസ് n equal to 100. ദെൻ നമുക്ക് സാമ്പിൾ ആവറേജ് റഡാർ എക്കോ ഡ്യൂറേഷൻ കിട്ടുന്നത്, അത് റഡാർ എക്കോ ഡ്യൂറേഷൻ്റെ ആവറേജ് കിട്ടുന്നത് 0.81 ആണ്. സോ എക്സ് ബാർ 0.81. അതുപോലെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.34. സോ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is denoted by S. So S equal to 0.34. Now calculate 99% confidence interval for the true average echo duration mu. So നമുക്ക് mu ൻ്റെ 99% കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ സിഗ്മ അല്ല എസ് ആണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോൺഫിഡൻസ് ഇൻ്റർവൽ യൂസിങ് ദി ഫോർമുല ഫോർ നോട്ട് ഗിവിംഗ് സിഗ്മ. So 99% confidence interval. 99% confidence interval for the population mean mu if sigma is not given by x bar minus 2.58 into s by root 10, comma x bar plus 2.58 into s by root n. Then substitute the value of x bar. What is x bar? X bar equal to 0.81. So 0.81 minus 2.58 into s, given s equal to 0.34 divided by root of 110, comma again write down x bar 0.81 plus 2.58 into 0.34 divided by
root 110. Now find out the value using calculator. So 0.81 minus 2.58 into 0.34 divided by root 110 gives 0.7264, comma. Next 0.81 plus 2.58 into 0.34 divided by root 10 equal to 0.8936. So the mu lies between the value 0.7264 and 0.8936. Next, fourth question. For a sample of 50 kitchens with gas cooking appliances monitored during a 1 week period, the sample mean of carbon dioxide level was 654.16 and the sample standard deviation was 165.43. So here given a sample of 50 kitchens with gas cooking appliance monitored during a 1 week period. The sample mean was given by 654.16 and the sample standard deviation was given by 165.43. So here we have taken, for studying the carbon dioxide level, taken a sample size of 50 kitchens. Then we monitored and find out the sample mean was 654.16 and sample standard deviation is 165.43. So നമ്മളിവിടെ കാർബൺ ഡയോക്സൈഡ് ലെവൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 50 കിച്ചൺസ് ആണ് എടുത്ത് സ്റ്റഡി നടത്തുന്നത്. സോ സാമ്പിൾ സൈസ് 50 വരും. ദെൻ സാമ്പിൾ മീൻ പറഞ്ഞിരിക്കുന്നത് 654.16ഉം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 165.43 ആണ് തന്നിരിക്കുന്നത്. Then calculate a 95% confidence interval for true average carbon dioxide level in the population of all homes from which the sample size was selected, So we have to find out the 95% confidence interval, and also suppose the investigators has made a rough guess of 175 for the value of 5 before collecting data. What sample size would be necessary to obtain an interval width of 50 for a confidence level of 95%? So ഇവിടെ നമുക്ക് സാമ്പിൾ സൈസ് കാണാനാണ് തന്നിരിക്കുന്നത്. 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ സാമ്പിളിൻ്റെ സൈസ്, അതുപോലെ ഇൻ്റർവെൽ വിഡ്ത്ത് 50 വരുന്ന രീതിയിലുള്ള സാമ്പിൾ സൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് two parts for the question. First we have to find out the interval of population mean. Then we have to find out the sample size. So answer. First given values, write down the given values in the question. First one, sample size is 50. So n equal to 50. Next given sample mean. So x bar equal to 654.16. Next, given the sample standard deviation, that is sigma equal to 165.43. Now we have to calculate 95% confidence interval. Sorry, here sample standard deviation is given, so S is given. So S equal to 165.43. Now we have to find out the confidence interval, 95% confidence interval. So 95% confidence interval is given by x bar minus 1.96 into s by root n, comma, x bar plus 1.96 into s by root n. Substitute all these values, we get x bar equal to 654.16 minus 1.96 into s is 165.43 divided by square root of 50, comma, 654.16 plus 1.96 into 165.43 divided by square root of 50. Now find out the value. Using calculator, we get the interval the value of
the interval in which mu lies we get after simplifying these values. So on simplifying we get the values 654.16 minus 1.96 into 165.43 divided by root 50 is 608.31, comma next 654.16 plus 1.96 into 165.43 divided by root 50 is given by 700.01. So the mu lies between 608.31 and 700.01. Next, second part of the question. Suppose the investigators has made a rough guess of 175 for the value of S before collecting their data. So data collect ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ sample size 175 assume ചെയ്ത് കഴിഞ്ഞാൽ sample standard deviation 175 assume ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ എടുത്തു കഴിയുമ്പോൾ what sample size would be necessary to obtain an interval width of 50 for a confidence interval of 95%. So 95% confidence interval കിട്ടുന്ന രീതിയിൽ നമ്മൾ പോപ്പുലേഷൻ്റെ സാമ്പിൾ സൈസ് ഏതാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. So n equal to formula for finding that one, B part, n equal to 2 into z alpha by 2 into S divided by omega the whole square. That is, here we need 95% confidence interval. So in the case of 95% confidence interval, Z alpha by 2 equal to 1.96. In the case of Z alpha by 2 equal to 1.96. So 2 into 1.96 into S. What is S? S is assumed as 175. So 175 by omega. Width is given as 50 in the question. In the given question paper, given width of 50. So width W equal to 50 the whole square. Now evaluate this value. So answer equal to 188.24. On simplifying we get a 188.24. So sample size ആണ്. So നമുക്ക് approximate ചെയ്യാം, approximate to 188. So നമ്മൾ 175 sample standard deviation കിട്ടണമെങ്കിൽ 95% confidence interval വച്ചിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് സാമ്പിൾ നമ്മൾ പോപ്പുലേഷൻ്റെ സാമ്പിൾ 188 എടുക്കണമെന്നാണ് ഇതിൻ്റെ മീനിങ്.